ഇത് കർക്കിടക വാവ് ദിവസം നടത്തിയ ബലിതർപ്പണമല്ല കേട്ടോ. മരിച്ച ദിവസത്തെ തിഥിയാണ് വർഷാവർഷം തർപ്പണം നടത്താൻ എടുക്കുന്നത്. ഇവിടെ ചേട്ടായിയുടെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയതാണ്. അപ്പോൾ അച്ഛൻ്റെ മരണ ദിവസത്തെ തിഥിയാണ് എടുക്കുന്നത്. സാധാരണ ജൂൺ മാസത്തിലാണ് ഇവിടെ നടത്തുന്നത്. അതിനെന്തെങ്കിലും തടസ്സം വന്നാൽ മാത്രമേ കർക്കിടക വാവ് ദിവസം ഇത് നടത്താറുള്ളൂ. ഞങ്ങൾ കൊങ്കണി ബ്രാഹ്മിൻസിനെ തർപ്പണം തുടങ്ങുന്നത് ഏകദേശം ഉച്ചയോടുകൂടിയാണ്. ഒരു 11:30-12 മണിക്ക് തുടങ്ങിയിട്ട് 2-2:30 ആവും തീരാനായിട്ട്. പിതൃക്കളുടെ സമയം അതാണ് എന്നാണ് വിശ്വാസം. അതുവരെ വെള്ളം പോലും കുടിക്കരുത് എന്നാണ്. പക്ഷേ ഇവിടെ ചപ്പാത്തിയും കറിയും ഒക്കെ രാവിലെ കഴിച്ചിരുന്നു. കാരണം ആരോഗ്യ പ്രശ്നങ്ങളും ഓരോരോ വിശ്വാസങ്ങളല്ലേ എല്ലാം. തലേന്ന് മുതലേ വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അരിയാഹാരം ഒഴിവാക്കി ഗോതമ്പും റവയും ഒക്കെയാണ് എടുക്കുന്നത്. ഞങ്ങൾ നോൺ വെജ് എടുക്കാറില്ല, അതുകൊണ്ടാണ് അതിൻ്റെ കാര്യം പറയാത്തതേ. അപ്പോൾ ചപ്പാത്തിയും കറിയും ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ ചാണകവെള്ളം എല്ലാം തളിച്ച് ഞാൻ ശുദ്ധിയാക്കിയിട്ടുണ്ടായിരുന്നു. പിണ്ടച്ചോറ് തയ്യാറാക്കണം. കല്യാണം കഴിഞ്ഞത് മുതൽ ഞാൻ തന്നെയാണ് പിണ്ടച്ചോറ് വെക്കുന്നത്. പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. ബാക്കി ചോറും കറിയും ഒക്കെ ഞാൻ കൂട്ടിയാൽ കൂടത്തില്ല. അതുകൊണ്ട് അത് ശക്തി ചേട്ടൻ കുളിച്ച് ഈറനോടെ ഉണ്ടാക്കി കൊണ്ടു തരികയാണ് പതിവ്. ഞങ്ങൾ മാത്രമായിട്ടാണ് ചടങ്ങ് നടത്തുന്നത്. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ തലേ വർഷമായിരുന്നു ഇവിടുത്തെ അമ്മ മരിച്ചത്. അപ്പം ഞാൻ വന്ന സമയത്തിന് ഇവിടെ വർഷീക എന്നാണ് ഞങ്ങളിതിനെ പറയുന്നത്. ഈ വർഷീക നടത്തിയപ്പോൾ ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ടാണ് നടത്തിയത്. പിന്നീടുള്ള ആദ്യത്തെ വർഷം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓരോ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആരെയും വിളിക്കാറില്ല. ഞാനും അമ്മയും ചേട്ടായും മക്കളും പിന്നെ വരുന്ന പുരോഹിതനും മാത്രമേ ഉണ്ടാവാറുള്ളൂ. മക്കൾ സ്കൂളിൽ പോയി, അതുകൊണ്ടാണ് കാണാത്തത്. കുളിച്ച് ശുദ്ധമായിട്ടിരുന്നാണ് ചടങ്ങ് തുടങ്ങുന്നത്. പേരും ഗോത്രവും പറഞ്ഞ് മന്ത്രം ചൊല്ലി പിതൃക്കളെ ആവാഹിച്ച് തിലതർപ്പണം നടത്തും. ഓരോ തലമുറയ്ക്കും നിവേദിക്കാറുണ്ട്. അച്ഛൻ, അപ്പൂപ്പൻ, മൂപ്പൻ അഥവാ അപ്പൂപ്പൻ്റെ അച്ഛൻ, അങ്ങനെയാണ് നിവേദിക്കുന്നത്. അതുപോലെ തന്നെ തായ് വഴിയിലും. അതിനുശേഷമാണ് കാക്കയ്ക്ക് വെക്കുന്നത്. പിന്നീടുള്ളതെല്ലാം ബാക്കിയെല്ലാം ഒരു തോർത്തിൽ കെട്ടി ഒഴുക്കു വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞു. ഇത് കാക്കയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. വരുന്ന പുരോഹിതന് ബ്രാഹ്മണ ഭോജനം, ദാനം, വസ്ത്രം, ദക്ഷിണ, ഫലങ്ങൾ ഒക്കെയാണ് അടുത്തത് കൊടുക്കുന്നത്. അവസാനമാണ് ഭോജനം അഥവാ ഊണ്. ഊണിനുള്ള കറികളുടെ പേര് ഞാനൊന്ന് പറയാം. തോയ്, ഗഷി, അല്ലെ, എഡ്ഗയി, കേളെ ഉക്കരി, കേളെ ഭേടി. പപ്പടം എടുക്കാറില്ല, പകരമാണ് കേളെ ഭേടി. പിന്നെ പോളി എന്ന് വിളിക്കുന്ന 3-5 കൂട്ടം പ്രധാനമാണ്. അതും ഞാൻ പറയാം. തിളെ ലഡ്ഡു, കേളെ കുട്ടിക്ക്, മുളീക്കു, ഗാരി, അപ്പോൾ ഇവർക്കെല്ലാം വിളമ്പി അത് കഴിഞ്ഞിട്ട് ഞങ്ങളും കഴിക്കും. അങ്ങനെ ഇത്തവണത്തെ ബലിതർപ്പണം കഴിഞ്ഞു. ഇതാണ് പോളി ഐറ്റംസ് കേട്ടോ.